നമസ്കാരം. ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ ബാധിക്കുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇത്തരത്തിലൊന്നാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസോർഡർ എന്നറിയപ്പെടുന്ന PCOD. മുമ്പ് PCOD പലപ്പോഴും 5% പെൺകുട്ടികളെയൊക്കെ ബാധിച്ചിരുന്നു എന്നൊക്കെയാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു 40% വരെ പെൺകുട്ടികളെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2-3 മാസം കൂടുമ്പോൾ മാത്രം ആർത്തവം വരിക, വന്നാൽ തന്നെ വളരെ കുറച്ച് ബ്ലീഡിങ്, വിവാഹശേഷം വന്ധ്യതാ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു രോഗം വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കൂടാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല രോഗങ്ങളിലേക്കും PCOD നയിക്കാറുണ്ട്. ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം പ്രാൻ ഫെർട്ടിലിറ്റി ആൻഡ് വെൽ വിമൻ സെന്ററിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ നമ്മളൊപ്പം ചേരുകയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിലെ തന്നെ PCOD എന്താണെന്നൊന്ന് പറഞ്ഞു പോയതിനു ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. കൂടുതൽ ആൾക്കാർക്കും അറിയാം ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്താണെന്നെങ്കിൽ പോലും. തീർച്ചയായിട്ടും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് ഇത് തുടങ്ങുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്ന ആ പ്രായത്തിലാണ്. പക്ഷെ ഇത് ഇവർക്ക് ആർത്തവം എത്ര കാലമുണ്ടോ അത്രയും വർഷം ഈ രോഗം അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ ചികിത്സകൾ ഇതിനുവേണ്ടി എടുത്താലും ശരി, ഇത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗമായതുകൊണ്ട് ഇതൊരു ആർത്തവം നിലയ്ക്കുന്ന കാലം വരെ ആ സ്ത്രീയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള 2-3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ ഹോർമോൺ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഹോർമോൺ ഈ പോളിസിസ്റ്റിക് ഓവറി രോഗമുള്ളവർക്ക് ഉണ്ടാകും. പക്ഷേ അവരിൽ ഈ ഇൻസുലിൻ പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻസുലിൻ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ അമിതമായി കൂടുതലായിരിക്കും. ആ ഇൻസുലിൻ ഹോർമോണ് അമിതമായി കൂടുതൽ, എന്തും അധികമാകുന്നത് നല്ലതല്ലല്ലോ. അപ്പൊ അമിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും പോളിസിസ്റ്റിക് ഓവറിയുള്ള കുട്ടികളുടെ ഒരു വലിയൊരു വിഷമമാണ്, അവർ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റിംഗ് ആയിരിക്കും, ഭയങ്കര ഡയറ്റിംഗ് ആയിരിക്കും, പക്ഷെ വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഈ ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ അമിതമായ രോമ വളർച്ച പലപ്പോഴും പ്രത്യേകിച്ച് കൗമാരക്കാരെ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ഒരുപാട് കളിയാക്കലുകളൊക്കെ വരുന്നത് കൊണ്ടാണ്. പുരുഷന്മാരെ പോലെയുള്ള രോമ വളർച്ച, തലമുടി കൊഴിയുകയും ചെയ്യും, പക്ഷെ ശരീരത്തെ പുരുഷന്മാരെ പോലുള്ള രോമ വളർച്ച. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ ഇതിനു വേണ്ടി പരിശോധനകളിലേക്ക് പോകുമ്പോഴേക്ക് ഓവറിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സിസ്റ്റ് കാണും. സിസ്റ്റ് എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്ന കൊച്ചു കൊച്ചു കുരുക്കളാണ്, നമ്മുടെ മുഖക്കുരു പോലത്തെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ. അവയ്ക്കകത്ത് വെറും ക്ലിയർ ഫ്ലൂയിഡ് ആണ് നിൽക്കുന്നത്, വെറും വെള്ളമാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഉണ്ട്. എല്ലാ സ്ത്രീകളുടെ ഓവറിയിൽ ഇത്തരം സിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആളുകളിൽ ഈ സിസ്റ്റിന്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിന് പോളിസിസ്റ്റിക് എന്ന പേര് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഏകദേശം ഈ ഒരു രോഗത്തിന്റെ ഏകദേശം ഒരു ലക്ഷണങ്ങൾ, രൂപം എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിൽ PCOD വരാനുള്ള കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് പറയാനായിട്ടുള്ള കാരണങ്ങളുണ്ടോ? പലപ്പോഴും അതാണ് ഒരു വലിയ പ്രശ്നം. കാരണം പോളിസിസ്റ്റിക് ഓവറി ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാവുന്ന ഒരു അസുഖമാണ്. അതുപോലെ ഈ അസുഖത്തിന് മറ്റൊരുപാട് അസുഖങ്ങളുമായിട്ട് ബന്ധവുമുണ്ട്. അതാണ് പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു പ്രത്യേകത. ഒരു കോംപ്ലക്സ് ഡിസോർഡറാണ്. അപ്പൊ അത് ഒരു കാരണം കൊണ്ട് പോളിസിസ്റ്റിക് ഓവറി വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പൊതുവെ തന്നെ പാരമ്പര്യമായി പോളിസിസ്റ്റിക് ഓവറി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അമിതമായ വണ്ണമുള്ള കുട്ടികളിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് പോളിസിസ്റ്റിക് ഓവറി ചേഞ്ചസ് വരാൻ സാധ്യത ഏറെ. അത് ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകം ഒരു കാരണം കൊണ്ട്, പിന്നെ ഒരുപാട് തിയറീസ് ഉണ്ട്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതായത് ശരീരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ അല്ല, അണുബാധയല്ല, ശരീരത്തിലെ കോശങ്ങളുടെ ഒരു ഇൻഫ്ലമേഷൻ, അതിന്റെ അത് പ്രകടിപ്പിക്കുന്ന കുറെ ഹോർമോണിന്റെയും എൻസൈംസിന്റെയും ഒക്കെ പ്രവർത്തനം കൊണ്ട് പോളിസിസ്റ്റിക് ഓവറി വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. ജന്മനാ തന്നെ ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ജന്മനാ തന്നെ പോളിസിസ്റ്റിക് ഓവറിക്കുള്ള ഒരു ടെൻഡൻസി, ഓവറിക്ക് തന്നെ അതിനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ള കുട്ടികൾ ജനിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഓവറിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ഈ പോളിസിസ്റ്റിക് ഓവറി വരാം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാരണങ്ങൾ എന്ന് പറയാം. ശരി ഡോക്ടർ, ഒന്ന് ഇടപെടുകയാണ്. ഒരു കോളർ ഉണ്ട്, റോക്കി കേൾക്കാമെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. എന്റെ മകൾക്ക് 33 വയസ്സുണ്ട്. അവള് ഒരു ഇടപ്രായത്തിൽ 10-14 വയസ്സുള്ള പോലെ ശ്വാസമുട്ടുണ്ടായി. ഇപ്പൊ ഈ മരുന്നുകൾ, ഈ വലിക്കുന്ന മരുന്ന് വലിക്കുന്നുണ്ട്. അവള് കല്യാണം കഴിച്ച ഒരു കൊച്ചിന്റെ അമ്മയാണ്. പറഞ്ഞോളൂ. എന്തോ അതുകൊണ്ട്
അല്ല അവിടുത്തെ യാസ്മയുടെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ചോദിക്കണേ. അപ്പൊ ഈ സംശയം ചോദിച്ചോളൂ, എന്തായിരുന്നു സംശയം? എന്താണ് ആസ്മയുടെ ഇൻഹീലർ എടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ശ്വാസം മുട്ടുണ്ട്. അല്ല അതാണ്, പക്ഷെ ഇൻഹീലർ ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമുണ്ടെന്നാണോ ചോദിക്കുന്നേ? 400 എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇൻഫീൽഡ് ഉപയോഗിക്കുന്നത്. 400. ശരി ശരി ശരി. അല്ല അത് നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറി രോഗമായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. ആസ്മയ്ക്ക് അങ്ങനെ അതുമായിട്ടൊരു ബന്ധം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആസ്മയുടെ ഈ പറഞ്ഞ ഇൻഹേലറോ സ്റ്റിറോയിഡ് ആണെങ്കിൽ പോലും അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പോളിസിസ്റ്റിക് ഓവറിക്ക് ബന്ധമുള്ളത് ഡയബറ്റിസ്, തൈറോയിഡ്, കൊളസ്ട്രോളും ഒക്കെ ആയിട്ടാണ്. ശരി ശരി ഡോക്ടർ, ഞാൻ ആ ഒരു ഇതിലേക്ക് വരുമായിരുന്നു. കാരണം ഇപ്പോൾ അമിതവണ്ണമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമിത രോമ വളർച്ച ഇത്തരം പ്രശ്നങ്ങളൊക്കെ PCOD ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ലാതെ മറ്റ് രോഗാവസ്ഥയിലേക്ക് ഈ PCOD നയിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ പ്രമേഹം പോലുള്ള രോഗങ്ങളിലേക്ക്? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാല് ഇന്ത്യ ഇപ്പം പ്രമേഹത്തിന്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റലായി കൊണ്ടിരിക്കുന്ന ലോകത്തിൽ എന്നാണ് പറയുന്നത്. അതും സ്ത്രീകളിൽ പ്രമേഹം വളരെ കൂടുന്നുണ്ട് ഇപ്പോ. നമുക്കിപ്പം വളരെ ഒരു 20-22 അല്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ള ഗർഭിണികൾ ആദ്യമായിട്ട് ഗർഭം ധരിച്ചു വരുമ്പോൾ പലപ്പോഴും ഒരു ഡയബറ്റിക്കായി കാണുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതങ്ങ് പ്രസവത്തോടു കൂടി തീരുന്നതോ അല്ലെങ്കിൽ കഴിയുന്നതോ ആയിരിക്കും. പക്ഷെ എങ്കിലും ആ ഡയബറ്റീസിന്റെ ഒരു ടെൻഡൻസി വളരെ കൂടുതലായിട്ട് കാണും. അപ്പൊ ഇത് പുറകോട്ട് നോക്കുമ്പോഴെല്ലാം പലപ്പോഴും ഇവരെല്ലാം പോളിസിസ്റ്റിക് ഓവറി ആയിരിക്കും. ചെറുപ്പം മുതലേ ഈ പോളിസിസ്റ്റിക് ഓവറി ചേഞ്ചസ് ഉള്ളവരായിരിക്കും. അപ്പം ശാസ്ത്രീയമായിട്ട് തന്നെ പഠനങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനുള്ള ഒരു ഇതും ഉണ്ടായിട്ടുണ്ട്. അതായത് ഡയബറ്റീസ് വരാൻ, അതായത് വളരെ നേരത്തെ, നമുക്കറിയാം സാധാരണ എല്ലാവർക്കും ഡയബറ്റീസ് വരുന്നത് ഒരു 40 കഴിയുമ്പോഴോ മറ്റോ ആയിരിക്കും. പക്ഷെ പോളിസിസ്റ്റിക് ഓവറി രോഗമുള്ളവർക്ക് വളരെ നേരത്തെ ഡയബറ്റീസ് വരും. 20-25 വയസ്സാകുമ്പോഴേ ഇവരങ്ങ് ഡയബറ്റിക് ആകുന്നു എന്നുള്ളതാണ്. അതും നല്ല പക്കാ ഡയബറ്റീസ് അങ്ങ് വരുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫ് ലോങ് ഇൻസുലിനോ മെഡിസിനോ എന്തെങ്കിലും വേണ്ട രീതിയിലുള്ള ഒരു ഡയബറ്റീസിലേക്ക് ഇവർ പോകുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഈ അമിതവണ്ണവും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പ്രഷർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കൊളസ്ട്രോൾ. മെജോറിറ്റി ഓഫ് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും കൊളസ്ട്രോൾ, ലൈപ്പിഡ് പ്രൊഫൈൽ നമ്മൾ പറയുന്ന സംഭവം, അതെല്ലാം കുറച്ച് ഹൈപ്പർ ലൈപ്പിഡീമിയ എന്നൊക്കെ പറയും. ഈ അമിതവണ്ണം, ഡോക്ടർ നേരത്തെ പറഞ്ഞ അമിതവണ്ണം ഇല്ലാതെ ഉള്ള ആൾക്കാർക്കും PCOD കണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർക്കും ഈ പറഞ്ഞ കൊളസ്ട്രോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും? അല്ലല്ല, അമിത 2 രീതിയുണ്ട്. ഒബീസ് PCOസും ലീൻ PCOയും ഉണ്ട്. അപ്പൊ അതിൽ വണ്ണമുള്ളവർക്കാണ് ഞാൻ സൂചിപ്പിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, അങ്ങനെ ഹാർട്ടിന് അസുഖം ഒക്കെ വരാൻ സാധ്യതയുള്ള അമിതവണ്ണം ഉള്ളവർക്കാണ്. അതിനാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അവർക്കാണ് അതിന് സാധ്യത കൂടുതൽ. മറിച്ച് ഒരു സെക്കൻഡ്, ഒരു കോളർ ഉണ്ടെന്ന് പെട്ടെന്ന് എടുത്തോട്ടെ. വനജ, വയനാട് നിന്ന്. വനജ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. ശ്രീജ, ഒരു കോളർ കൂടി ഉണ്ട്. ശ്രീജ ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മകൾക്ക് ഇത് 27 വയസ്സാണ്, 27ാമത്തെ വയസ്സാണ്. അപ്പൊ അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 9-8 മാസമായിട്ടുള്ളൂ. അപ്പൊ കല്യാണത്തിന് മുമ്പേയും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരാറില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചു, എന്നിട്ട് പിന്നെ മെഡിസിൻ കഴിച്ചു, അത് ഭേദമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചപ്പം 2 മാസം 3 മാസമൊക്കെ നല്ല ഓവറായിട്ട് പോവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു അവള് ഖത്തറിലേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പിന്നെ സംഭവം ഇപ്പൊ 3 മാസമായിട്ട് ആർത്തവം ഇല്ല. അപ്പൊ അത് നമ്മൾ ഇവിടെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ PCOD ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ അതിപ്പോ ഒരു മാസം മെഡിസിൻ തന്നിട്ടുണ്ട്, അത് കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ ഇപ്പൊ ഇതിൽ പറയണത് ഞാൻ കേട്ടു, തടിയോ പിന്നെ ഓവറായിട്ട് തടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പിന്നെ രോമ വളർച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരി ശരി ശരി. അതാണ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച എല്ലാ രോഗലക്ഷണങ്ങളും എല്ലാവർക്കും വരണമെന്നില്ല. ചിലർക്ക് ഈ പറഞ്ഞ പോലെ അമിതവണ്ണം കാണും, ചിലർക്ക് രോമ വളർച്ച കാണും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആർത്തവ ക്രമക്കേടുകൾ നമ്മൾ ഇന്ന് ചർച്ചയിൽ വരാത്ത വിഷയമായതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ആർത്തവ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ, പോളിസിസ്റ്റിക് ഓവറിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആർത്തവ ക്രമക്കേടുകളാണ്. അപ്പം അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പീരീഡ് തെറ്റി വരിക, അല്ലെങ്കിൽ 30, 45, 50 ദിവസം ആകുമ്പോൾ പീരീഡ് വരിക, പീരീഡിന് ബ്ലീഡിങ് കുറവായിട്ട് വരിക, അല്ലെങ്കിൽ പീരീഡിന്റെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക. ഇതോടൊക്കെ ഒപ്പം സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഓവറിയിൽ എഗ്ഗിന്റെ വളർച്ച ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയ നടക്കാതെ പോകും. അങ്ങനെയാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ കുട്ടിക്ക് തന്നെ
ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ആദ്യമേ തന്നെ ഒരു നല്ല ചികിത്സ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ എന്താ പറയുക വന്ധ്യതയോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യത ഏറെയാണ്. പോളിസിസ്റ്റിക് PCOD ഉണ്ട്, അതിന്റെ കൂടെ ഈ മെൻസ്ട്രൽ പ്രോബ്ലംസും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിലെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വ്യായാമ രീതികളും ആഹാര രീതികളും ഒക്കെ ഒന്ന് പാലിച്ചു പോകുന്നത് ഒരു പരിധി വരെ ഈ PCOD പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശരി ശരി ഡോക്ടർ. ഒരു കോളർ കൂടി ഉണ്ട്, അഞ്ചലിൽ നിന്നും ശ്രീകല. ചോദിച്ചോളൂ. ശ്രീകല പറഞ്ഞോളൂ. എനിക്ക് 40 വയസ്സുണ്ട്. ഇപ്പോ 2 കുട്ടികളുണ്ട്. ശരി, പറഞ്ഞോളൂ. ഹലോ മാഡം, എനിക്കും ഇതുപോലെ PCOD പ്രോബ്ലം ആണ്. ഇപ്പോ പീരിയഡ്സ് തീരെ വരാറില്ല. ഈ മെപ്രൈറ്റ് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. 2-3 മാസം കഴിയുമ്പം വരാതിരിക്കുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് അടിച്ച് കഴിക്കുമ്പോൾ അത് പീരിയഡ്സ് ആവുന്നുണ്ട്, അല്ലാതെ വരുന്നില്ല. തീർച്ചയായിട്ടും ശ്രീകല ടാബ്ലറ്റ് കഴിക്കുന്ന വളരെ നല്ലതാണ്. മെപ്രൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡോസ് ഹോർമോൺ ടാബ്ലറ്റ് ആണ്. ശരീരത്തിൽ ഒരു ദോഷവും ചെയ്യുന്ന സാധനമല്ല അത്. അത് കഴിച്ച് പീരീഡ്സ് വരുത്തുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ആ വിഷയങ്ങളിലോട്ടൊക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി 40 കഴിയുന്ന സ്ത്രീകൾക്കാണ് പീരീഡ് PCOD ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ആർക്കും നിലയ്ക്കുന്ന കാലം വരെ നമ്മളോടൊപ്പം ഉണ്ടാകും ഈ അസുഖം. അപ്പൊ വലിയ രോഗമൊന്നുമല്ല, എങ്കിലും ഒരുപാട് അതർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കി പീരീഡ് കൃത്യമായിട്ട് വരുത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 40-45 ദിവസം ഇടവിട്ടെങ്കിലും ടാബ്ലറ്റ് കഴിച്ച് പീരീഡ് വരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പീരീഡ് 2-3 മാസം വരാതിരിക്കുമ്പോൾ എസ്പെഷ്യലി 40 വയസ്സൊക്കെ കഴിയുമ്പോൾ യൂട്രസിനകത്ത് കട്ടി വെച്ച് പിന്നെ അത് എന്താ പറയട്ടെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് PCOD ഉള്ള ആളുകളെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മെപ്രൈറ്റ് വളരെ ചെറിയൊരു മരുന്നാണ്. അത് കഴിച്ച് പീരീഡ്സ് വരുത്തുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത രീതികൾക്കും ആഹാര രീതികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതും കൂടെ ഒന്ന് പാലിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടാബ്ലറ്റ് ഇല്ലാതെ തന്നെ പീരീഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുത്താൻ പറ്റുകയും ചെയ്യും. ശരി ഡോക്ടർ. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം മറ്റ് രോഗങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രമേഹമാണെങ്കിലും അല്ലെങ്കിൽ കൊളസ്ട്രോളും അല്ലാതെ ക്യാൻസർ വരെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് 40 വയസ്സൊക്കെ കഴിയുന്ന സ്ത്രീകൾ 40 to 50 ആ ഏജ് ഗ്രൂപ്പിലാണ് യൂട്രസിനകത്ത് ഈ പറഞ്ഞ പോലെ പീരീഡ് കൃത്യമായിട്ട് വരാതിരുന്ന ആളുകൾ പീരീഡ് വരാതിരുന്ന ഈസ്ട്രജൻ ഹോർമോൺ മാത്രം അവരുടെ യൂട്രസിൽ ആക്ട് ചെയ്ത് യൂട്രസിനകം വളരും. ആവശ്യത്തിൽ കൂടുതൽ വളർച്ച വെച്ച് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോവും. അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ക്യാൻസറാണ്. ശരിക്കും പറഞ്ഞാൽ യൂട്രസിനകത്തെ ക്യാൻസറാണ്. അത് ഇപ്പൊ ഒരു വളരെ വിഷമകരമായിട്ട് കാണുന്ന ഈ അടുത്ത കാലങ്ങളിൽ കാണുന്ന വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത ഒരു 25-35 ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വരെ വരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്രസ് വരെ എടുത്ത് മാറ്റേണ്ട അവസ്ഥകളിലേക്കാണോ മാറാറ്? തീർച്ചയായിട്ടും. പലപ്പോഴും ഇപ്പൊ ഒരുപാട് മരുന്നുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും അത് യൂട്രസ് റിമൂവലിൽ എത്തിച്ചേരും അവസാനം. ഇപ്പൊ കുട്ടികളില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വല്ലാത്തൊരു ചെറുപ്പക്കാരി ഒരു 10-35 20-25 അല്ലെങ്കിൽ 28 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അത്തരം സാഹചര്യങ്ങൾ കൂടുന്നു എന്നാണ് RCC എന്നുള്ള അവരുടെ ഒരു റിപ്പോർട്ടും ഒക്കെ സൂചിപ്പിക്കുന്നത്. ശരി. ശരിക്കും പറഞ്ഞാൽ ഈ PCOD വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? വരാതിരിക്കാൻ ശ്രമിക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊന്നും ചെയ്തിട്ടായിരിക്കത്തില്ല, തനിയെ അവരുടെ ആ ഒരു ഓവറിയുടെ ഒക്കെ ഒരു പ്രവണത കൊണ്ട് വരുന്നതാണ്. പക്ഷേ അതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് എപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ രോഗികളോട് നമ്മള് പോളിസിസ്റ്റിക് ഓവറി ആണ്, PCOD കിഡ്നിയുടെ മരുന്നുകൾ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ലൈഫ് ലോങ് ഉള്ള ഒരു ഡിസീസ്, ഇപ്പൊ ഡയബറ്റീസോ പ്രഷറോ പോലെ അല്ല തൈറോയിഡ് പോലെ നമ്മളോട് ഇപ്പൊ എന്നും ഉള്ള ഒരു അസുഖമാണ് എന്നൊരു ബോധ്യം ആളുകൾക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് സീരിയസ് ആക്കാറില്ല. അപ്പൊ ശരിക്കും ഒരു നല്ല ജീവിത ശൈലി പാലിക്കുന്നത് നല്ലതാണ്. കൃത്യമായ ഒരു വ്യായാമ രീതി. ഭക്ഷണം, ഒരുപാട് കൊഴുപ്പുള്ള സാധനങ്ങൾ, ഒരുപാട് മധുര പലഹാരങ്ങള്, അങ്ങനെ ഒരുപാട് കാലറി ഉള്ള ഫുഡ്, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ വല്ലപ്പോഴും കഴിക്കാം. അല്ലാതെ സ്ഥിരമായിട്ട് അതൊക്കെ കഴിക്കുന്ന രീതികൾ കുറയ്ക്കുന്നത് നല്ലതാണ്. വ്യായാമം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു 45 മിനിറ്റ് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം. ഇത്തരം ഈ രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് പോയാൽ നമ്മൾ ഈ സൂചിപ്പിച്ച ഒരു കോംപ്ലിക്കേഷൻസിൽ ഒരു 80% നമുക്ക് ഒഴിവാക്കാം, കുറക്കാൻ സാധിക്കും. തീർച്ചയായും ഡോക്ടർ, മറ്റു സംശയങ്ങളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.
ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ച ഈ ആർത്തവ പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ മാറിയ ജീവിതശൈലിയിൽ പലപ്പോഴും ആളുകൾക്ക് കൃത്യമായ ഈ പറഞ്ഞ പീരീഡ്സ് സമയങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന PCODയുടെ ലക്ഷണങ്ങളായിട്ട് ഏത് ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് നമുക്കിത് PCOD ആണ്, അല്ലെങ്കിൽ ഇതൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണേണ്ട അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്? ആർത്തവ ക്രമക്കേടുകൾ തന്നെയാണ് PCODയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത്. അമിതവണ്ണമോ അല്ലെങ്കിൽ ലോമ വളർച്ചയോ എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആർത്തവ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പീരീഡ് കൃത്യമായിട്ട് വരാതിരിക്കുക, അതാണ്. ഇപ്പൊ ഒരു 2 മാസം, യൂഷ്വലി 28 ദിവസത്തിനുള്ളിൽ നമ്മൾ പീരീഡ് പ്രതീക്ഷിക്കും ഒരു കുട്ടിക്ക്. അതിന് പകരം 30 ദിവസം, 35 ദിവസം, 40 ദിവസമായാലും പീരീഡ് വരാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അത് കഴിഞ്ഞിട്ട് പീരീഡ്, ചില ആളുകളുണ്ട് പീരീഡ്സ് ഏകദേശം ഒക്കെ ഒരു 30-35 ദിവസത്തിനകം വരുമായിരിക്കും, പക്ഷെ പീരീഡിന് ബ്ലീഡിങ്ങേ കാണത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു സ്പോട്ട് പോലെ കാണിച്ച് പീരീഡ് അങ്ങ് പോകും. അതാണ് തീരെ ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥ. അതേപോലെ പീരീഡ് തമ്മിൽ പിന്നൊരു വിഭാഗം ആളുകളിൽ ചിലപ്പോൾ ഒരു മാസം തന്നെ 2 പീരീഡ്സ് വരും, 15 ദിവസം ഇടവിട്ട് പീരീഡ്സ് വരും. അങ്ങനെയും കുട്ടികളുണ്ട്. പിന്നെ ചില ആളുകളിൽ എന്നും പീരീഡ്സ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു പീരീഡ് തുടങ്ങിയാൽ ഇങ്ങനെ സ്പോട്ട് പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഡെയിലി ഇങ്ങനെ ബ്ലീഡിങ് ചെറിയ രീതിയിലുള്ള, വലിയ രീതിയിലായിരിക്കണമെന്നില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതും പലപ്പോഴും ആളുകൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധനയിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് PCOD ഉണ്ടെന്നാണ്. ശരി. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ വെച്ച് ആശുപത്രിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഡോക്ടർ, ഒരു കോളർ ഉണ്ട് നമുക്കൊപ്പം, ഒരു ശ്രീപാർവതി ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് കഴിഞ്ഞ വർഷം കോവിഡ് ഭാഗമായിട്ട് എനിക്ക് കുറെ സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു, ഒരുപാട് കൂടി. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ എനിക്ക് ആ സ്റ്റിറോയിഡ് എടുത്ത സമയം അതിനനുസരിച്ച് ഒരു ഇൻസുലിൻ എനിക്ക് 3 നേരം തന്നിരുന്നു. അത് കഴിഞ്ഞ് ഷുഗർ എല്ലാം നോർമലായി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും എന്റെ വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. സോ വെൻ ഐ ചെക്ക് മൈ തൈറോയിഡ്, എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് വർഷങ്ങളായിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ പറഞ്ഞു മേ ബി ഇറ്റ്സ് സ്റ്റാർട്ട് ഓഫ് PCOD, കാരണം തൈറോയിഡ് എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു. വേറെ വണ്ണം കുറയുന്നില്ല, എന്റെ ഷുഗർ അന്ന് ലൈക് ബോർഡർ ലൈൻ 6 ആണെന്ന് പറഞ്ഞു. സോ ആ എൻഡോക്രൈനോളജിസ്റ്റ് പറഞ്ഞത് ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മേ ബി ഇറ്റ്സ് സ്റ്റാർട്ട് ഓഫ് PCOD. അപ്പൊ ഷുഗർ ഒക്കെ കട്ട് ചെയ്യണം, റൈസ് കഴിക്കരുത്. And he gave me glucosamine. So is glucosamine a very good tablet for PCOD? അതെ. ഗ്ലൂക്കോമിൻ അല്ലെങ്കിൽ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ കെമിക്കൽ കണ്ടന്റ് ടാബ്ലറ്റ് ആണത്. ശരിക്കും പറഞ്ഞാൽ മെറ്റ്ഫോർമിൻ നമ്മുടെ അഡോളസൻ, അതായത് കൗമാരക്കാരായ കുട്ടികൾക്ക് PCOD കാണുമ്പോൾ തൊട്ടേ കൊടുത്തു തുടങ്ങുന്നത് നല്ലതാണെന്ന് പറയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ അതാണെന്നാണ് പറയുന്നത്. അപ്പൊ താങ്കളും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പീരീഡ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഒന്ന് കോവിഡിനോടനുബന്ധിച്ച് വന്ന രക്തത്തിലെ പല മാർക്കേഴ്സിലും വരുന്ന ചേഞ്ചസ് കൊണ്ടും, പിന്നെ അമിതവണ്ണം. ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ദിവസം വീട്ടിൽ റെസ്റ്റ് ചെയ്ത് വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അമിതവണ്ണം, ആഹാരവും നന്നായി കഴിക്കുകയും ചെയ്യും. അപ്പൊ അമിതവണ്ണം വെക്കുന്നുണ്ട് ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ ഈ എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ PCODയുടെ എലമെന്റ് വല്ലതും നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് പുറത്തു വരാൻ പറ്റിയ ഒരു സമയമായിട്ട് മാറും. അതേപോലെ തന്നെയാണ് ഡയബറ്റിസിന്റെ ഒക്കെ ചേഞ്ചസ്. നമ്മളിപ്പോ സ്റ്റിറോയിഡ്സ് എടുത്തു എന്നായില്ലേ ഞാൻ അങ്ങനെ കേട്ടത്. സ്റ്റിറോയിഡ്സ് നമ്മുടെ കോവിഡ് പ്രശ്നത്തിന് വേണ്ടി സ്റ്റിറോയിഡ്സിന്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത്തരം സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോൾ സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഒരു ഡയബറ്റിക് ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ്, ഓൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു താങ്കൾക്കും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഡയറ്റീഷ്യനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. വെറുതെ ഒരു ഡയറ്റിങ് പോരാ, ഡയബറ്റീസും ഉണ്ട് PCOD ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ഒന്ന് ചാർട്ട് ചെയ്ത് ഒരു വെയിറ്റ് ലോസ് ആവശ്യമാണെങ്കിൽ, വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ആവശ്യമാണെങ്കിൽ ഒരു പ്രോപ്പർ വെയിറ്റ് ലോസ് പാറ്റേണും കൂടെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ ഡയബറ്റീസ് നല്ല കൺട്രോൾ മിക്കവാറും കിട്ടും. വിത്ത് മെറ്റ്ഫോർമിനും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല കൺട്രോൾ കിട്ടും. പിന്നെ ഈ ഗ്ലൂക്കോമിൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ മെറ്റ്ഫോമിൻ ഞാൻ പറയുന്നത്, അതുകൂടെ ആകുമ്പോൾ നല്ല കൺട്രോൾ കിട്ടും. പിന്നെ PCODയും അതിന്റെ കൂട്ടത്തിൽ പതുക്കെ കറക്റ്റ് ചെയ്ത് വരും. യൂഷ്വലി മെറ്റ്ഫോർമിൻ വളരെ നല്ലൊരു പ്രിപ്പറേഷനാണ്, ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതേ. ശരി ഡോക്ടർ. ഈ പറയുന്ന വിളിച്ച ആൾക്കാർക്കെല്ലാം സംശയം ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. കാരണം PCODയുടെ പ്രശ്നങ്ങൾ അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിലാണ് അറിയുന്നത് ഇവർക്ക് PCOD ഉണ്ട് എന്ന്. അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും? പ്രഗ്നൻസിയിൽ PCODക്ക് ഒരു കുഴപ്പവുമില്ല.
എല്ലാവർക്കും ഒരു സംശയം, കോമൺ സംശയമാണ്. ഒരു ദോഷം പ്രഗ്നൻസിക്ക് അത് ചെയ്യത്തില്ല. പ്രഗ്നൻസി കഴിയുമ്പോഴൊക്കെ വീണ്ടും ഈ പീരിയഡ് പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ PCOD ഉള്ളവർക്ക് വീണ്ടും ഭയങ്കര ഇറഗുലർ പീരീഡും ബ്ലീഡിങ്ങും അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ആകെ ഉണ്ടാക്കുന്ന രണ്ട് കാര്യം, ഒന്ന് ഡയബറ്റിക് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അവർക്ക്, പിന്നെ ഒന്ന് ചുരുക്കം ചില ആളുകളിൽ യൂട്രസിന്റെ ഒരു ബലം കുറവായിരിക്കും. അങ്ങനെ ഒരു 4-5 മാസങ്ങളിൽ അബോർഷൻ ടെൻഡൻസിയും കുറച്ച് കൂട്ടാറുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ PCOD വലിയ ദോഷങ്ങളൊന്നും പ്രഗ്നൻസി ചെയ്യാറില്ല. ശരി, എന്തായാലും വളരെയധികം സന്തോഷം ഡോക്ടർ. ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി നൽകി. നമ്മൾ ഈ വിഷയം ഇനി ഇതിൻ്റെ എന്താ പറയുക ഭാഗമായിട്ട് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് പോകാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഡോക്ടർ ഗിൽ മറ്റൊരു വിഷയമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം. നമസ്കാരം.